കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ കൂട്ടരോഗബാധ ഗൗരവമായ വിഷയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശക്തമായ നടപടി ഉണ്ടാകും. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ വിളിച്ച് അടിയന്തരമായി ഇടപെടാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഫ്ളാറ്റിലെ കുടിവെള്ളത്തിന്റെ എല്ലാ സ്രോതസ്സുകളും പരിശോധിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ഗോപി, കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ വയറിളക്കവും അതുപോലെ ഛർദിയും ഒക്കെ ഉണ്ടായ സാഹചര്യം അത് ഗൗരവമുള്ള വിഷയമാണെന്നാണ് മന്ത്രി പറയുന്നത്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് മന്ത്രി അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അവിടെ നിന്ന് ചിലർ മന്ത്രിയെ നേരിട്ട് വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ വിളിച്ച് അടിയന്തരമായി ഇടപെടാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഫ്ളാറ്റിലെ കുടിവെള്ളത്തിന്റെ എല്ലാ സ്രോതസ്സുകളും പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഗബാധിതരായ വ്യക്തികൾ പല ആശുപത്രികളിൽ ചികിത്സ തേടിയത് കൊണ്ടായിരിക്കാം ആ വിഷയത്തിന്റെ ഗൗരവം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതെന്നാണ് മന്ത്രി പറയുന്നത്. അക്കാര്യവും അന്വേഷിക്കുമെന്ന് പറയുന്നത് മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ള കാര്യം ഫ്ളാറ്റ് അധികൃതർ യഥാസമയം ആരോഗ്യവകുപ്പിനെ അറിയിക്കുന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് ഗൗരവകരമായ വിഷയമാണ്, അത് പരിശോധിക്കും എന്ന് പറയുന്നുണ്ട്. പ്രദേശത്ത് ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നും മന്ത്രി നിർദ്ദേശിക്കുന്നു. അത് മാത്രമല്ല, പ്രാഥമിക റിപ്പോർട്ടിൽ 340 പേർ രോഗാവസ്ഥയിലാണ് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. മെഡിക്കൽ ടീം പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, 30 അംഗ സംഘത്തെ മെഡിക്കൽ സംഘത്തെ അവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.